സുനൂസ് കിച്ചൺ ടേസ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു ഉണക്കയില കൊണ്ടുള്ള ഒരു തീയലാണ്. അത് വ്യത്യസ്തമായ രീതിയിലാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പിലോട്ട് വയ്ക്കുക. വെച്ചതിന് ശേഷം തീ കൊടുത്തു. ചട്ടിയൊന്ന് ചൂടാവട്ടെ. ചൂടായി ഇതിലോട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒരു കുറച്ച് ഉലുവ ഇടുക. ഉലുവ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഒരു 10-15 ചെറിയ ഉള്ളി, 5 പച്ചമുളക്, കുറച്ച് ഈ രീതിയിൽ കണ്ടിച്ചിട്ടിരിക്കുന്ന തേങ്ങാക്കൊത്ത്, ഇത്രയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഇത്രയാണ് ഈ അടുക്കി വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ ഉലുവ പൊട്ടി കഴിയുമ്പോഴത്തേക്കും അതിലോട്ട് ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. പൊട്ടി ചൂടായി പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനകത്തോട്ട് ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും തേങ്ങാക്കൊത്തും കൂടെ ഇട്ട് ഒന്ന് വഴറ്റി. ഇത് ഒത്തിരി ചുമപ്പൊന്നും വേണ്ട, ഒരു ചെറിയ രീതിയിൽ വഴന്നാൽ മതി. അതവിടെ കിടക്കട്ടെ. ആ സമയം കൊണ്ട് നമുക്ക് അയിലയൊന്ന് ചുട്ടെടുക്കാം. 2 അയിലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. അത് നമ്മൾ ചൂടായ ദോശക്കല്ലിലോട്ട് വെച്ച് ചുട്ടെടുക്കുക. നമ്മൾ അയിലയൊക്കെ ചുട്ടെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ക്ലീൻ ചെയ്ത് മുള്ളെല്ലാം മാറ്റി കഴുകി ക്ലീൻ ചെയ്ത് അത് ഒന്ന് ആറിയതിന് ശേഷം നമുക്ക് ചെയ്യാം. അപ്പോഴത്തേക്കും ഉള്ളി ഏകദേശം ഇത്രയും വഴഞ്ഞാൽ മതി. ഇതിനകത്തോട്ട് നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന കുടംപുളിയാണ്. വാളംപുളിയാണേലും ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കുടംപുളിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഉപ്പുള്ള മീനായതുകൊണ്ട് ഇപ്പം ഉപ്പിടണമെന്നില്ല. ശകലം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കിടന്ന് ഒന്ന് ചെറുതായിട്ട് വേവട്ടെ. ആ സമയം കൊണ്ട് നമുക്കൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് കൊടുക്കാം. അതിലോട്ട് ചെറുങ്കപ്പിന് 1 കപ്പ് തേങ്ങ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ടുണ്ട്. അത് നമുക്ക് നല്ല രീതിയിൽ വറുത്തെടുക്കാം. മൂത്തിട്ടുണ്ട്. നമുക്കതിലോട്ട് ഒരു 2 സ്പൂൺ, അതായത് ഈ സ്പൂണിന് 2 സ്പൂൺ മുളക് പൊടി, 1 സ്പൂൺ കാശ്മീരി മുളക് പൊടി, ഒരു 1.5 സ്പൂൺ മല്ലിപ്പൊടി ഇത്രയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന അയില തലയും മുള്ളും എല്ലാം നീക്കിയതിന് ശേഷം കഴുകി വൃത്തിയാക്കി ഈ ഉള്ളിയുടെ മിശ്രിതത്തിലോട്ട് നമ്മൾ ഇടുകയാണ്. അതൊന്ന് അതിനകത്ത് കിടന്ന് ഒന്ന് യോജിച്ച് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതൊന്ന് യോജിച്ച് വരട്ടെ. അപ്പോഴത്തേക്കും അത് കഴിഞ്ഞ് നമുക്ക് അരപ്പ് അരച്ച് ചേർക്കേണ്ടതുണ്ട്. ശകലം നേരം കിടന്ന് വേഗട്ടെ. റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഒട്ടും വെള്ളം ഒഴിക്കാതെയാണ് ഞാൻ അരച്ചിരിക്കുന്നത്. അത് നമുക്കിതിലോട്ട് ചേർക്കാം. കുറച്ച് വെള്ളം കൂടി ചേർക്കാം. ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഉപ്പുണ്ടോന്ന് നോക്കട്ടെ.
ഉപ്പ് ശകലം കൂടെ വേണം. ഒന്ന് തിളച്ചോട്ടെ. വറ്റി എല്ലാം ശരിയെ റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ഇതിനകത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇടുകയാണ്. എന്നിട്ട് ഇളക്കി ഇനി ഞാൻ തീ നിർത്തുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ ഉണക്കയില തീയൽ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക.